നമ്മൾ ഈ ഗ്യാരേജിനെ കംപ്ലീറ്റ് ആയിട്ട് പൊളിക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ ഇത് ഒന്ന് അൺബോക്സ് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. ഇതിനകത്തുള്ളത് ഒരു വലിയ സംഭവമാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ കുറച്ച് സങ്കടമുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. എന്നാൽ അതിനേക്കാളും കൂടുതൽ സന്തോഷമുള്ള ഒരു വീഡിയോ ആണ്. ദേ ഇപ്പൊ കണ്ടല്ലോ, ഞാൻ ഇരിക്കുന്നത് നമ്മുടെ ഗ്യാരേജിലാണ്. നമ്മൾ ഉണ്ടാക്കി വെച്ച സാധനങ്ങളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. അതുപോലെ നമ്മുടെ ബാക്കി ക്രിയേഷൻസ് ഒക്കെ മുകളിൽ ഇരിപ്പുണ്ട് കേട്ടോ. ഏകദേശം ഒരു 7-8 മാസത്തോളം എടുത്താണ് നമ്മൾ ഈ ഗ്യാരേജിന്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്തത്. അതൊക്കെ നിങ്ങൾക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മളിതിൽ ഓരോന്നുണ്ടാക്കിയതും നമ്മളിതിൽ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്തതെന്നുള്ളതെല്ലാം ഫുൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗ്യാരേജിലേക്ക് പുതുതായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല, പകരം നമ്മൾ ഈ ഗ്യാരേജിനെ കംപ്ലീറ്റ് ആയിട്ട് പൊളിക്കാൻ പോവാണ് കേട്ടോ. അതാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത് കേട്ടോ, കുറച്ച് സങ്കടമുള്ള കാര്യമാണ്. പക്ഷെ നമ്മളിത് പൊളിക്കുന്നത് വേറെ ഒന്നിനും വേണ്ടിയല്ല. നമ്മൾ ഈ ഗ്യാരേജിനെ പൊളിച്ചിട്ട് നമ്മുടെ ഈ റൂമിന്റെ സ്പേസ് യൂട്ടിലൈസ് ചെയ്ത് നമ്മൾ മാക്സിമം വലിയൊരു ഗ്യാരേജ് ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് പല ഡിവിഷൻസ് കാണും. കുറേ കമന്റ്സ് വരുന്നുണ്ടായിരുന്നു, ചേട്ടാ കാർ വാഷിംഗ് ഏരിയ വേണം, അതുപോലെ തന്നെ കാർ ലിഫ്റ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ ഉണ്ടാക്കണം, ഹൈഡ്രോളിക് ലിഫ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ അതെല്ലാം നമ്മൾ സെപ്പറേറ്റ് ഒരു ഗ്യാരേജിന്റെ പോർഷനായിട്ട് തന്നെ ഉണ്ടാക്കാനുള്ള ഒരു പ്ലാൻ ആണ് കേട്ടോ എനിക്കുള്ളത്. ചെറുതാണെങ്കിലും നമ്മുടെ ഇപ്പോഴത്തെ ഗ്യാരേജിനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു സാധനമായിരുന്നു കേട്ടോ. ഇത്രയും ചെറിയ സ്പേസ് ആണെങ്കിലും ഇവിടെ ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഭയങ്കരമായിരുന്നു. പക്ഷെ നമുക്ക് ഈ ഒരു ഗ്യാരേജ് പൊളിക്കാതെ വേറെ ഓപ്ഷൻ ഇല്ല കേട്ടോ, കാരണം നമുക്ക് സ്പേസ് ഭയങ്കര കുറവാണ്. അതുമല്ല നിങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ വേറൊരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഹൈറ്റ് ആണ്. ഈ ഹൈറ്റ് ഞാൻ ഫസ്റ്റ് സെറ്റ് ചെയ്തപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും ആലോചിച്ചില്ല. ഇതിപ്പോൾ ഒരു 2 അടി ഹൈറ്റിലാണ് നമ്മുടെ ടേബിൾ നിൽക്കുന്നത്. അപ്പം ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വേറെ ഒന്നിനെ കുറിച്ച് ആലോചിക്കില്ല. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പൊസിഷനിലേക്ക് ഇരുന്നാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം നമ്മുടെ ബാക്കൊക്കെ അത്യാവശ്യം നല്ല സ്ട്രെയിൻ എടുക്കും. അന്നേരം ഒന്നും അറിയില്ല. അത് കഴിഞ്ഞ് വർക്ക് കഴിഞ്ഞ് നമ്മൾ അതിൽ നിന്ന് മാറി എഴുന്നേറ്റ് കഴിയുമ്പോഴാണ് നമുക്ക് ഈ ബാക്ക് പെയിനും അതുപോലെ കഴുത്തിനൊക്കെ നല്ല വേദന വരും കേട്ടോ. അത്യാവശ്യം ഒരു വർക്ക് സ്റ്റേഷന്റെ ഹൈറ്റിലാണ് നമ്മൾ ടേബിൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ നമ്മൾ ആമസോണിൽ നിന്ന് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം മേടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഗ്യാരേജ് ഒക്കെ ആയിട്ട് ഭയങ്കര റിലേറ്റഡ് ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഇത് ഒന്ന് അൺബോക്സ് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. നമ്മൾ ടൂൾ ബോക്സ് ഒക്കെ എടുക്കാൻ പോകുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും നല്ലൊരു വിഷമമുണ്ട് കേട്ടോ, കാരണം ഇതിനെ പൊളിക്കാന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടുള്ള കാര്യമാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഗ്യാരേജ് ഇരിക്കുന്ന നമ്മുടെ സാധനങ്ങൾ എല്ലായിടത്തും സേഫ് ആയിട്ട് വെക്കണം. ഒരു കണക്കിന് ഇതിനകത്തെ പല സാധനങ്ങളും ഞാൻ ഇതിൽ ഫിക്സ് ചെയ്തിട്ടില്ല കേട്ടോ. ഇതൊക്കെ വേണമെങ്കിൽ നമ്മൾ വെറുതെ വെച്ചേക്കൊന്നേ ഉള്ളൂ. പല സാധനങ്ങളും ശരിക്കും ഫ്രജൈൽ ആയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. ഇത് നമ്മൾ കെയർഫുൾ ആയിട്ട് എല്ലാവരും ബോക്സിനകത്തോട്ട് വെക്കുവാണ്. ഇത് നമ്മുടെ ഫയർ എക്സ്റ്റിംഗ്വിഷർ ആണ് കേട്ടോ. അപ്പോൾ ചെറിയ സാധനങ്ങളെല്ലാം നമ്മൾ ഈ ഒരു ബോക്സിനകത്തോട്ട് ആക്കിയിട്ടുണ്ട്. ബാക്കിയുള്ളത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി വലിപ്പമുള്ള സാധനങ്ങളാണ്, വലിയ പ്രശ്നങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ലാത്ത. അതൊക്കെ ജസ്റ്റ് എടുത്ത് ഷെൽഫിലോട്ട് വെക്കാം. ടേബിള്, അതുപോലെ തന്നെ ഈ ഡോർ ഇതുവരെ ഞാൻ ഒരു വീഡിയോസിനകത്തും കാണിച്ചിട്ടില്ല കേട്ടോ. നമ്മളൊരു എക്സ്പെരിമെന്റ് പോലെ ചെയ്തതാണ്. നമ്മൾ പെയിന്റും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് മറ്റേ ഓട്ടോമാറ്റിക് അടയുന്ന സാധനമൊക്കെ വർക്കിംഗ് ആണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതെന്താണല്ലോ, ഇതൊക്കെ നമുക്ക് യൂസ്ഫുൾ ആണ്. നമ്മൾ അടുത്ത ഗ്യാരേജ് അപ്ഡേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പെയിന്റ് ചെയ്യും. ഈ ഫോട്ടോ ഫ്രെയിംസ് നമ്മൾ ചെറുതായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഉള്ളത് നമ്മുടെ ടി വി ആണ്. ഇത് നമ്മൾ ഫിക്സ് ചെയ്തിട്ടില്ല. ഈ ഒരു പീസ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇനി ഫിക്സ് ചെയ്യാൻ നേരത്ത് നമുക്ക് ഇതിനെ ഒന്നുകൂടെ റീഷേപ്പ് ചെയ്യേണ്ടി വരും കേട്ടോ. ഇതാണ് നമ്മുടെ ഗ്യാരേജിന്റെ കംപ്ലീറ്റ് സാധനങ്ങൾ. ഇനിയിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ 2 പോർഷൻ നമ്മൾ ഇതിലേക്ക് ഒട്ടിച്ചേക്കാണ് കേട്ടോ. അത് നമുക്ക് കട്ട് ചെയ്ത് വേണം എടുക്കാൻ. നമ്മുടെ പുതിയ ഗ്യാരേജിൽ ഈ പീസസ് ഫിറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഇതെല്ലാം ഒന്നുകൂടെ ഉണ്ടാക്കി എടുക്കേണ്ടി വരും. പക്ഷേ വേറെ എന്തെങ്കിലും കാര്യത്തിന് നമുക്ക് ഈ ഫോർക്ക് ഷീറ്റ് യൂസ് ചെയ്യാം കേട്ടോ.
നമ്മുടെ ഗ്യാരേജിന്റെ റൂഫ്. ശരിക്കും ഇതിന്റെ ബാക്കി വെച്ചേക്കുന്ന ഈ 2 പീസും കാർഡ്ബോർഡ് ആണ് കേട്ടോ. ഇത് നമ്മൾ വെറുതെ വെച്ചേക്കുമായിരുന്നു. ഈ ഒരു ഫീല് ഭയങ്കര പാടാണ് കേട്ടോ. ഈ സമയത്തെല്ലാം നമ്മൾ ആലോചിക്കുന്ന പുതിയ ഗ്യാരേജ് എങ്ങനെ ഇതിനേക്കാൾ അടിപൊളിയായിട്ട് ചെയ്യാന്നുള്ള ഒറ്റ വിചാരം കൊണ്ട് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ ഗ്യാരേജ് പൊളിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, ഇനിയിപ്പോൾ താഴെ നോക്കുകയാണെങ്കിൽ ഇതൊരു ടേബിൾ മാത്രമേ ഉള്ളൂ. അത് ശരിക്കും പറഞ്ഞാൽ താഴെ 2 സ്ക്രൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഗ്യാരേജിന്റെ ആണിക്കൽ എന്നൊക്കെ പറയുന്ന സാധനം. ഇത്രയും പാർട്സ് ആണ് കേട്ടോ നമ്മുടെ ഗ്യാരേജിന്റെ ഫ്രെയിം വർക്കിൽ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അടുത്ത പ്ലാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏരിയ കംപ്ലീറ്റ് ആണ് കേട്ടോ ടേബിൾ, അങ്ങേ സൈഡ് തൊട്ട് ഇങ്ങേ വരെ. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് ദൂരം ഒരു എൽ ഷേപ്പിലുള്ള ഒരു ടേബിളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ ടേബിൾ കംപ്ലീറ്റ് ആയിട്ട് ഞാനും പപ്പയും കൂടെ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അതിനുള്ള സാധനങ്ങളെല്ലാം നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇനിയിപ്പോൾ ഈ ടേബിൾ നമ്മൾ ഡിസ്മാൻഡിൽ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു പണിയും കൂടെ ഉണ്ട് കേട്ടോ. ഞാൻ നിങ്ങളെ ആദ്യം കാണിച്ച ഒരു ബോക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് അൺബോക്സ് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ്. ഇതിനകത്തുള്ളത് ഒരു വലിയ സംഭവമാണ് കേട്ടോ. ഈ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാനുള്ള കംപ്ലീറ്റ് സാധനം ഇതിനകത്തുണ്ട്. നമുക്ക് എന്നാലും പെട്ടെന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് കേട്ടോ നമുക്ക് ഉണ്ടാക്കാനുള്ള ബിൽഡിങ്. ഈ സാധനങ്ങളെല്ലാം ശരിക്കും പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത്. നമുക്കിത് അസംബിൾ ചെയ്തെടുക്കണം. ഇത്രയും ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള സാധനമാണ് കേട്ടോ. നമ്മൾ ഗാരേജ് ഉണ്ടാക്കിയ പോലെ പെയിന്റിങ്ങും കാര്യങ്ങളും കട്ടിങ്ങും ഒന്നും ചെയ്യേണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ഇത് കംപ്ലീറ്റ് ആയിട്ട് അസംബിൾ ചെയ്തെടുക്കണം. എനിക്ക് തോന്നുന്നു നല്ല പണിയുണ്ടെന്ന് തോന്നുന്നു. ഞാൻ അടുത്തത് ശരിക്കും പറഞ്ഞാൽ വെറുതെ ജോയിൻ ചെയ്താൽ മതി എന്നാണ്. ഈ ബോക്സിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് തന്നെ ഒരു കട്ടർ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒട്ടിക്കാനുള്ള ഫെവിക്കോൾ വരുന്നുണ്ട്. പിന്നെ നമുക്കെല്ലാം പീസസ് ആണ് കേട്ടോ. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ട പീസസ് എല്ലാം ഉണ്ട്. ഇത് വിൻഡോസും ഡോറിനും ഒക്കെ വരുന്ന ഷീറ്റാണ്. പിന്നെ വരുന്നതെല്ലാം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്യണം. ഇതൊന്നും അത്യാവശ്യം നല്ല പണിയുണ്ട്. ഞാൻ വിചാരിച്ച പോലെ പെട്ടെന്ന് തീരത്തില്ല. എന്താണെങ്കിലും ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 1000 രൂപയാണ് വില വരുന്നത്. ഇതാണ് കേട്ടോ നമ്മുടെ മെയിൻ ബിൽഡിംഗ്. ഇത് ഈ പീസിന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അവർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് ചെറുതായിട്ട് ഒന്നും കൂടെ കട്ട് ചെയ്ത് നമുക്കിത് എടുക്കണം. എല്ലാം പക്ക റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫോട്ടോസ് ആണ് കേട്ടോ കൊടുത്തേക്കുന്നത്. അത്യാവശ്യം നല്ല കട്ടിയുള്ള ഒരു പേപ്പറിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്നാലും പെട്ടെന്ന് നമുക്ക് ഇത് അസംബിൾ ചെയ്ത് നോക്കാം കേട്ടോ ഇതിന്റെ ലുക്ക് എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബേസ് എടുക്കണം. പിന്നെ ഓരോ സ്റ്റെപ്പും ഇതുപോലെ ഇവർ ഫോളോ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 4-5 പേജസ് ഉണ്ട് കേട്ടോ. എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും സാധനം. അതിനുശേഷം ഇതിന്റെ ഫ്ലോർ ആണ് കേട്ടോ. അതും പക്ക ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അധികം സംസാരമൊന്നുമില്ല. നമ്മൾ പെട്ടെന്ന് ഇതങ്ങ് അസംബിൾ ചെയ്യുവാണേ.
ഇതിപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ അടിപൊളിയാണ് കേട്ടോ. കറക്റ്റ് ആ ലൈറ്റും കാര്യങ്ങളൊക്കെ, ആ ടെക്സ്ചറിങ്ങും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കിനും ഇതിൻ്റെ ഗ്ലൂമിങ്ങും കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആണ് കേട്ടോ. നമുക്ക് പ്രത്യേകിച്ച് വേറെ ഓൾട്ടറേഷൻ ഒന്നും വരുത്തേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മുടെ ഗ്യാരേജിന്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. നല്ല ഫിനിഷിംഗ് ഒക്കെയാണ് കേട്ടോ. ശരിക്കും ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല ഹാർഡാണ് സാധനം. നമ്മുടെ ബേസ് ആണെങ്കിലും അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ് കേട്ടോ. ഇതുണ്ടോ, അടിപൊളിയാണ്. ഈ ഷട്ടർ തുറക്കാനൊക്കെ പറ്റുന്നതാണ്. ഇവിടെ നമുക്കൊരു ഹാൻഡിലും കൂടെ വരുന്നുണ്ട്, അത് ലാസ്റ്റിൽ നമുക്ക് ചെയ്യണം. സ്റ്റിക്കറിന്റെ വർക്കൊക്കെ ആണെങ്കിലും അടിപൊളിയാണ്. ഇനിയിപ്പോൾ ഇതിന്റെ ഈ സൈഡിലേക്ക് ഒരു ഷോപ്പിന്റെ ഒരു ബിൽഡിംഗ് വരുന്നുണ്ട്. അതുപോലെ പെട്രോൾ പമ്പും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതുകൊണ്ട് ഇത് ഫുള്ള് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ട സാധനങ്ങളാണ്. അങ്ങനെ ഫൈനലി നമ്മുടെ ഗ്യാരേജ് സെറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഗ്യാരേജ് അല്ല, ഹാരിസൺസ് ഗ്യാരേജ് ആണ് കേട്ടോ. അത്യാവശ്യം നല്ല സമയം എടുത്തു കേട്ടോ. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 3-4 മണിക്കൂറെങ്കിലും നമ്മളിതിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ റിസൾട്ട് ഭയങ്കര രസമാണ് കേട്ടോ.
പക്ക റിയലിസ്റ്റിക്കലായിട്ടാണ് വന്നേക്കുന്നത്. എന്തായാലും സാധനം അടിപൊളിയാണ്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് മേടിച്ച് ട്രൈ ചെയ്യാവുന്നതാണ്. വർത്ത് ഓഫ് മണിയാണ് കേട്ടോ, നല്ല രസമാണ്. അതിൻ്റെ ഔട്ട്പുട്ട് കാണുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഭയങ്കര രസമാണ്. പിന്നെ ഉള്ളൊരു കാര്യം, ഇത് നമുക്ക് റെഫറൻസ് ആയിട്ട് എടുക്കാം കേട്ടോ. കാരണം ഇങ്ങനെ ഒരു സാധനം നമ്മുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ റെഫറൻസ് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രിന്റ് ഔട്ട് ഒക്കെ എടുത്ത് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണെങ്കിലും ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. ഇനിയുള്ള നമ്മുടെ വർക്കെല്ലാം വരുന്നത് നമ്മുടെ ടേബിൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടായിരിക്കും. ടേബിൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ള ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്കും ചെയ്തേക്കണേ.